സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഹാജരാകാനാണ് സാധ്യത. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തായതിനാലാണ് ചോദ്യം ചെയ്യലിന് ഇവിടെ ഹാജരാകുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലോ ഹാജരാകാനാണ് സാധ്യത കൂടുതൽ. സാധാരണ അന്വേഷണ സംഘം നോട്ടീസ് നൽകി വിളിപ്പിക്കുമെങ്കിലും സിദ്ദിഖ് അതിന് കാത്തിരിക്കില്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗുഡ് മോർണിംഗ് സൈഫുന്നിസ. എന്തായാലും ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ ഒരു ആശ്വാസത്തിലാണ് സിദ്ദിഖ്. പക്ഷേ അപ്പോഴും ഈ ഒരു സുപ്രീം കോടതി വിധി വരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു സിദ്ദിഖായാലും അന്വേഷണ സംഘമായാലും എന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയുള്ളൊരു നീക്കങ്ങൾ അത് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രുതി നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സിദ്ദീഖ് ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാനാണ് സാധ്യത ഉള്ളത്. 2 ആഴ്ച വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ദിവസം കാത്തു നിൽക്കാൻ സാധ്യതയില്ല. ഉടനെ തന്നെ സിദ്ദീഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകും. അത് മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരത്താണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് കൊച്ചിയിലുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളതും ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘങ്ങളുള്ളതെല്ലാം തന്നെ തിരുവനന്തപുരത്താണ്. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും തിരുവനന്തപുരത്താണ്. ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായതെല്ലാം തിരുവനന്തപുരത്താണ്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടായാൽ അതെല്ലാം നടത്തേണ്ടതും തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് സാധ്യത കൂടുതലുള്ളത്. അത് ഒന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, അതല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ്, ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഹാജരാകാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. നിലവിൽ സിദ്ദീഖിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഒരാഴ്ച ഒരു സാവകാശം ഉണ്ടായിട്ട് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സിദ്ദീഖിനെ പിടികൂടാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സിദ്ദീഖിന് സ്വയമേ രക്ഷപ്പെടാനുള്ള ഒരു സാവകാശം സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും നൽകിയെന്ന് അതിജീവിത പോലും ആരോപിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 7ാമത്തെ ദിവസമാണ് സുപ്രീം കോടതി അറസ്റ്റ് തടയുന്നത്. ഈ 7 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. നിലവിൽ സിദ്ദീഖിന് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അധികം സമയം കാത്തിരിക്കാൻ സിദ്ദീഖ് സാധ്യതയില്ല. സാധാരണഗതിയിൽ ഒരു നോട്ടീസ് നൽകി അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ സമയമനുസരിച്ച് വിളിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ നിലവിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അതിനു മുൻപ് തന്നെ സിദ്ദീഖ് ഹാജരാകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. ഹാജരായാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടവേള ബാബുവിൻ്റെയോ മുകേഷിൻ്റെയോ ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നുവെങ്കിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധന നടത്തി ജാമ്യത്തിൽ വിട്ടയക്കാമായിരുന്നു. പക്ഷേ നോട്ട് ടു അറസ്റ്റാണ്. അതായത് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതും 2 ആഴ്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നുള്ളതുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ചത്തേക്ക് സിദ്ദീഖിനെ ഇനി അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകുന്നതിൽ സിദ്ദീഖിന് മറ്റു വെല്ലുവിളികളൊന്നും ഇല്ല. സാധാരണ പോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാമെന്നാണ് സിദ്ദീഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി ഇന്നലെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ച് തന്നെ സിദ്ദീഖ് മുന്നോട്ട് പോകാനാണ് സാധ്യത. ശരി, സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല മുൻകൂർ ജാമ്യം കിട്ടിയ സിദ്ദിഖ് ഏതായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.